നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 678th day. Today 37th sloka of Prathama Skandha 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 678 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 37ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 37ാമത്തെ ശ്ലോകം. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ച. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ച. ഓം തത്സത്. ഭഗവാന്റെ അത്യുത്തമമായ ഒരു സ്തുതിയാണ് ഇവിടെ ശ്രീനാരദർ പറയുന്നത്. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച. പ്രദ്യുമ്നനും അനിരുദ്ധനും സംഘർഷണനും ഒക്കെ ആയിട്ടുള്ള ആ വാസുദേവനെ, സർവത്ര വിളങ്ങുന്ന സർവൈശ്വര്യപ്രധാനമായ ധീമഹി എന്ന് പറഞ്ഞാൽ വിളങ്ങുന്നവൻ, സർവത്ര വിളങ്ങുന്ന അവിടുന്നിനായിക്കൊണ്ട് തുഭ്യം അവിടുന്നിനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുകയാണ്. സർവൈശ്വര്യ പരിപൂർണനും സർവത്ര വിളങ്ങുന്നവനുമായ നിന്തിരിവാടിക്കായിക്കൊണ്ട് നമസ്കാരം. വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ എന്ന 4 രൂപത്തോടുകൂടി പ്രകാശിക്കുന്ന നിന്തിരുവടിയെ മനസാ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആ ഭഗവാനെ സ്തുതിക്കുവാനായിട്ടുള്ള അത്യുത്തമമായിട്ടുള്ള ഒരു ശ്ലോകമാണിത്. നാരദർ ഭഗവാനെ പറ്റി പറഞ്ഞുകൊണ്ട് സർവകർമ്മങ്ങളും ആ ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യണം. ഭഗവാൻ അല്ലാതെ വേറെയൊന്നുമില്ല. കർമ്മ നാശം വരണമെങ്കിൽ കൂടി ആ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യണം. എന്നാലാണ് ചെയ്യുന്ന കർമ്മത്തിന് നാശവും കർമ്മം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ ശ്ലോകത്തിലൂടെ ഭഗവാനെ അത്യുത്തമമായിട്ടുള്ള ഒരു ഭഗവത് സ്തുതി നാരദർ പ്രാർത്ഥിക്കുകയാണ്. നാരദർ വ്യാസമുനിക്ക് ഉപദേശം നൽകുന്നതാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉപദേശമല്ല, തൻ്റെ പൂർവ്വകഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഭഗവാന്റെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഭഗവാനെ അദ്ദേഹം സ്തുതിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ. വളരെ ഉത്തമമായ ഭഗവാനെ സ്തുതിക്കാൻ അത്യുത്തമമായിട്ടുള്ള ശ്ലോകമാണിത്. നമോ ഭഗവതേ തുഭ്യം. അല്ലയോ ഭഗവാനെ, നിന്നെ നമസ്കരിക്കുന്നു. വാസുദേവായ ധീമഹി, എല്ലായിടത്തും പ്രകാശിക്കുന്ന വാസുദേവനായ, പ്രദ്യുമ്നായ അനിരുദ്ധായ, പ്രദ്യുമ്നായിട്ടുള്ളവനും അനിരുദ്ധനായിട്ടുള്ളവനുമായ നമഃ സംഘർഷനുമായിട്ടുള്ള അവിടുന്നിനെ നമസ്കരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും ശ്രീനാരദർ പറയുകയാണ്. ഈ ശ്ലോകം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജപിച്ചുകൊണ്ടിരിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങളും നൽകും എന്നതിൽ സംശയമേ വേണ്ട എന്ന് നാരദർ പറഞ്ഞു തരികയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമഃ സംഘർഷണായ ച. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.
എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.